ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ബിബിൻ. സോ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്തൊരു ഹോട്ട് വീൽസിനെ പറ്റി പറയാനാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. സോ ആ കാർ വേറെ ഒന്നുമല്ല, നമ്മുടെ ഫെറാറി. അതായത് നമ്മുടെ ഫെറാറിയുടെ 90th ആനിവേഴ്സറി, അതായത് ഒഫീഷ്യൽ റേസിംഗ് ടീമിന്റെ 90th ആനിവേഴ്സറി ഓർമ്മയ്ക്കായിട്ട് അവരൊരു കാർ ഇറക്കിയിട്ടുണ്ട്. സോ ആ കാറാണ് ഫെറാറി SF90 സ്ട്രഡാലെ. ഇതൊരു മിഡ് എഞ്ചിൻ ഹൈബ്രിഡ് സൂപ്പർ കാറാണ്. പിന്നെ ഇതിന്റെ കാർഡിന്റെ പ്രത്യേകത പറയാനാണെങ്കിൽ ഇത് 2025 കാസ്റ്റിംഗ് ആണ്. സോ ആദ്യമായിട്ടാണ് ഹോട്ട് വീൽസ് 2025 ഈ ഫെറാറി SF90 സ്ട്രഡാലെ ഇറക്കുന്നത്. അത് മാത്രമല്ല, ഈ കാറിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ഫെറാറി കൊളാബറേഷനുള്ള ഹോട്ട് വീൽസിന്റെ കോപ്പിയാണ് നമ്മുടെ ഈ ഫെറാറി. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ കാർഡ് അൺകാർഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഈ ഫെറാറിനെ നമുക്ക് ഇങ്ങനെ അൺകാർഡാക്കാം. അങ്ങനെ നമ്മൾ അവനെ പുറത്തെടുത്തിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫെറാറി. കൊള്ളാം അല്ലേ? ഇതിൻ്റെ ഈ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, നല്ല പോലുള്ള റെഡിഷ് കളറിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാണ്ട് ഫെറാറിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ കണ്ടോ, നല്ല നാച്ചുറലായിട്ട് തന്നെ അതിനകത്ത് നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ അൺകാർഡ് ആയിട്ടുള്ള ഹോട്ട് വീൽസിനും കാട്ടി ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ താഴെയിൽ ബോഡി കിറ്റിൽ തന്നെ ഇവർ നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അലോയ്സ് അതെല്ലാം നല്ല രീതിയിൽ ഹൈലൈറ്റ്, അതായത് ഈ റെഡും ഈ ബ്ലാക്ക് ടയേഴ്സൊക്കെ നല്ല മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മണ്ടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു മാറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊരു ഗ്ലാസ്സാണ്. പിന്നെ അതിൻ്റെ സൈഡിലും നമ്മുടെ ഫെറാറിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലെ ഗ്ലാസ്സസ്, പിന്നെ ഇതൊരു ലെഫ്റ്റ് വീൽ ഡ്രൈവാണ്. പിന്നെ ഇതിൻ്റെ ഡിഫ്യൂസറൊക്കെ നല്ല രീതിയിൽ അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടെയിലയുടെ കൊള്ളാം, സ്പോയിലർ കൊള്ളാം ഗൈസ്. നമ്മൾ റിയൽ ഒരു ഫെറാറി എങ്ങനെയാണ് കാണുന്നത് അതേ കണക്ക് തന്നെ നല്ല പക്ക നല്ല ആപ്റ്റായിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് നമ്മുടെ ഒരു എൻജിൻ സ്പെക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതൊരു മിഡ് എൻജിൻ ആയതുകൊണ്ട് എൻജിൻ നല്ല ഉള്ളിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ അതും നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ എൻജിൻ സ്പെക്ക് നല്ലോണം കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫെറാറിയുടെ ഓവറോൾ ലുക്ക്. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മോഡൽ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാം. കണ്ടോ, നമ്മളെ കാർ ഞാൻ കട്ട് ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫെറാറി ഇവിടെ വയ്ക്കാം. നൈസ്. ആ ട്രാക്കിലെ ഫസ്റ്റ് കാറാണ്.